ധൈര്യം കാണിക്കണം എന്നൊക്കെ പറയാൻ എളുപ്പമാ. അഭി അനുഭവിക്കുന്ന പ്രയാസം എന്താന്ന് ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മനസ്സിലാവുന്നത് എനിക്കാ. പക്ഷേ ഞാൻ വേറെ എന്താ പറയാ? സഹിക്കണം. എനിക്കറിയാം വേറെന്താ വഴി. നമ്മൾ വിചാരിച്ചാൽ മാറ്റാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ അതിന് വഴങ്ങി കൊടുക്കുക, അല്ലാതെ വേറെ രക്ഷയില്ലല്ലോ. എല്ലാവരും എല്ലാ കാലവും ജീവിച്ചിരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ആശ്വസിക്കാം. പക്ഷെ അമ്മ പോയാ അത് കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിക്കുമ്പോഴേ വലിയ ശൂന്യതയാ മുമ്പിൽ. അച്ഛൻ ഇട്ടെറിഞ്ഞു പോയ കാലത്ത് അമ്മയുടെ ധൈര്യവും തൻ്റെ ഇടവും കൊണ്ട് മാത്രമാണ് ഞാനും അശ്വതിയും ജീവിച്ചത്. അച്ഛനെ ഓർത്ത് അമ്മ കരഞ്ഞിട്ടുണ്ട്, പക്ഷെ ഒരിക്കലും ഞങ്ങളുടെ മുമ്പിൽ വെച്ച് കരഞ്ഞിട്ടില്ല. ആ കരച്ചിലുണ്ട് ഞങ്ങൾ പതറിപ്പോകുന്നു ഓർത്തിട്ടായിരിക്കണം. അപ്പൊ അഭി എന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്ക്. അഭിയുടെ അച്ഛൻ ചെയ്തത് തന്നെയല്ലേ എന്റെ അച്ഛനും ചെയ്തേ. അഭിക്കും അശ്വതിക്കും താങ്ങായി അമ്മയുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അതും ഇല്ലാതെ പോയില്ലേ. എന്നിട്ടും പറക്കമുറ്റാത്ത 4 പെൺകുട്ടികളെയും കൊണ്ട് ഞാൻ ജീവിച്ചു കാണിച്ചു. അമ്മയുടെ സഹായം ഇല്ലാതെ ജീവിക്കാനുള്ള മിടുക്കും പക്വതയൊക്കെ ആയി എനിക്ക്. എനിക്ക് വേണ്ടി അമ്മ ഇനിയൊന്നും ചെയ്യും വേണ്ട. പക്ഷെ അമ്മ വേണം എനിക്ക്. അമ്മയില്ലാതെ ജീവിക്കാൻ എനിക്കറിയില്ല. വിധി ഇങ്ങനെയാണെന്ന് കരുതഭി. എന്തായാലും അവസാന സമയത്ത് അമ്മയ്ക്ക് വേണ്ടോളം സ്നേഹം കൊടുക്കാനും അമ്മയുടെ ഇഷ്ടങ്ങൾ സാധിക്കാനും അഭി ഉണ്ടല്ലോ. അതൊരു മറ്റൊരു സങ്കടം. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം നമ്മുടെ കല്യാണം. അതെന്നലേം പറഞ്ഞു. അഭി അശ്വതിയോട് പറഞ്ഞില്ലേ കാര്യങ്ങള്? അവൾക്ക് എൻ്റെ അത്ര ധൈര്യമൊന്നുമില്ല. അവള് താർന്നു പോകും. അതോടെ അമ്മയ്ക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യും. അത് മാത്രമല്ല, ഇപ്പോ എൻ്റെ നെഞ്ചിലുള്ള തീയിലേക്ക് അവളെ കൂടെ വെറുതെ വലിച്ചിടണോ? അവളെങ്കിലും സമാധാനമായിട്ടിരിക്കട്ടെ. അഭി, അച്ഛനോടിത് പറയണ്ടേ? പറയാതിരിക്കുന്നത് ശരിയല്ല അഭി. പണ്ട് ചെയ്ത ദ്രോഹങ്ങളുടെ പേരിൽ ഇങ്ങനൊരു വാശി തിരിച്ചു കാണിക്കണോ? എന്തൊക്കെ പറഞ്ഞാലും കുറച്ചു കാലമെങ്കിലും അവരൊരുമിച്ച് കഴിഞ്ഞതല്ലേ. അച്ഛനും കൂടി അറിയട്ടെ. പറ്റിയ അമ്മയെ ഒന്ന് കണ്ട് സംസാരിക്കാനുള്ള അവസരം കൂടി അച്ഛന് കൊടുക്കണം. ഒരു പ്രാവശ്യം മതി, ഒരൊറ്റ പ്രാവശ്യം. അത് ചെയ്തില്ലെങ്കിൽ പിന്നീട് അഭിക്കത് സങ്കടമാവാനും മതി. എന്തായാലും അച്ഛനോട് പറയാൻ ഞാനില്ല. ഞാൻ തന്നോട് പറഞ്ഞിട്ടില്ലേ, എൻ്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ട കാലത്തൊക്കെ എൻ്റെ മനസ്സിൽ അങ്ങനെ ഉറച്ചുപോയ വെറുപ്പിനെ കുറിച്ച്. അതങ്ങനെ എൻ്റെ ഉള്ളിൽ നിന്ന് പെട്ടെന്നൊന്നും പോവില്ല. പിന്നെ അമ്മയെ ഒന്ന് കാണുന്ന കാര്യം എനിക്കിപ്പോഴും അത് ഉൾക്കൊള്ളാനുള്ള മനസ്സില്ല. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.